ഓരോ ദിവസവും സൈനിക ശേഷിയിൽ വൻ കുതിപ്പ് നടത്തി മുന്നേറുകയാണ് ഇന്ത്യ. ഇപ്പോഴിതാ ഇൻഡോ പസഫിക് ഇന്ത്യയുടെ മസിൽ പവർ വർദ്ധിപ്പിച്ചുകൊണ്ട് രണ്ടാമത്തെ ആണവോർജ ബാലിസ്റ്റിക് മിസൈൽ അന്തർവാഹിനി INS അരികാന്ത് പ്രതിരോധ വകുപ്പ് മന്ത്രി രാജ്നാഥ് സിംഗ് വ്യാഴാഴ്ച കമ്മീഷൻ ചെയ്യും. വിശാഖപട്ടണത്ത് നടക്കുന്ന പരിപാടിയിൽ ഉന്നത നാവികസേന ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിലായിരിക്കും ചടങ്ങ്. ഇനി ഈ മേഖലയിൽ ഇന്ത്യയോട് മുട്ടാൻ ആരുമൊന്ന് വിയർക്കും. കമ്മീഷനിംഗ് നാവികസേനാ മേധാവി അഡ്മിറൽ ദിനേശ് ത്രിപാഠി, ഇന്ത്യൻ സ്ട്രാറ്റജിക് കമാൻഡർ മേധാവി വൈസ് അഡ്മിറൽ സൂരജ് ബെറി, ഉന്നത DRDO ഉദ്യോഗസ്ഥൻ എന്നിവർ പങ്കെടുക്കും. ഇന്ത്യയുടെ സ്ട്രാറ്റജിക് കമാൻഡിങ്ങിന് കീഴിലായിരിക്കും അരികാന്ത് പ്രവർത്തിക്കുക. 750 കിലോമീറ്റർ ദൂരപരിധിയുള്ള K-15 ആണവ ബാലിസ്റ്റിക് മിസൈലുകളോടുകൂടെ 6000 ടൺ ഭാരമുള്ള INS അരികാന്ത് ഇന്തോ പസഫിക്കിൽ ദീർഘദൂര പെട്രോളിംഗ് ആരംഭിക്കാൻ തയ്യാറെടുക്കുകയാണ്. കൂടാതെ ഇന്ത്യയുടെ മൂന്നാമത്തെ ആണവ മുങ്ങിക്കപ്പൽ S-4 എന്നറിയപ്പെടുന്ന INS അരിധാമൻ അടുത്ത വർഷം കമ്മീഷൻ ചെയ്യാൻ ഒരുങ്ങുകയാണ്. തൊട്ടു പിന്നാലെ S-4 എന്ന കോഡ് നാമമുള്ള നാലാമത്തെ ISB-യും കമ്മീഷൻ ചെയ്യപ്പെടും. ഇതോടുകൂടി ഇന്തോ പസഫിക്കിൽ ഇന്ത്യയുടെ ശക്തി പല മടങ്ങായി വർദ്ധിപ്പിക്കാനാണ് ലക്ഷ്യമിടുന്നത്. ഇന്തോ പസഫിക്കിന്റെ മധ്യഭാഗത്തായി ഇന്ത്യയുടെ സ്ഥാനം കണക്കിലെടുക്കുമ്പോൾ 2 SSBNകൾക്ക് വലിയ തന്ത്രപരമായ പ്രാധാന്യമാണ് കൽപ്പിക്കപ്പെടുന്നത്. മേഖലയിൽ സാഹസ പ്രകടനത്തിന് മുതിരുന്ന ഏതൊരു നാവികസേനയ്ക്കും ഒരു തടസ്സമായി പ്രവർത്തിക്കാൻ ഇന്ത്യക്ക് ഇതോടുകൂടി കഴിയും. INS അരികാന്ത് ക്ലാസ് അന്തർവാഹിനികൾക്ക് 2 തദ്ദേശീയ ആണവ റിയാക്ടറും തദ്ദേശീയ ആണവ മിസൈലുകളും ഉപയോഗിച്ചാണ് പ്രവർത്തിക്കുന്നത്. INS അരികാന്ത് ഒരു ടെക്നോളജിക്കൽ ഡെമോൺസ്ട്രേറ്റർ ആയിരുന്നെങ്കിൽ INS അരികാന്ത് എല്ലാ സാങ്കേതിക വിടവുകളും പരിഹരിച്ചുകൊണ്ടുള്ള കൂടുതൽ മെച്ചപ്പെട്ട പതിപ്പാണ്. INS അരികാന്ത് ഒരു ക്ലാസിക്കൽ അന്തർവാഹിനിയും 2 തദ്ദേശീയ ആണവ റിയാക്ടറും ദേശീയ ആണവ മിസൈലും ഉപയോഗിച്ചാണ് പ്രവർത്തിക്കുന്നത്. INS അരികാന്ത് ഒരു ടെക്നോളജിക്കൽ ഡെമോൺസ്ട്രേറ്റർ ആയിരുന്നെങ്കിൽ INS അരികാന്ത് എല്ലാ സാങ്കേതിക വിടവുകളും പരിഹരിച്ചുകൊണ്ടുള്ള കൂടുതൽ മെച്ചപ്പെട്ട പതിപ്പാണ്. S-4 അഥവാ നാലാമത്തെ ആണവ അന്തർവാഹിനി കൂടെ കമ്മീഷൻ ചെയ്തു കഴിഞ്ഞാൽ 3000 കിലോമീറ്റർ ദൂരപരിധിയുള്ള ആണവ ബാലിസ്റ്റിക് മിസൈലുകൾ വഹിക്കാൻ ശേഷിയുള്ള അടുത്ത ക്ലാസ് അന്തർവാഹിനികൾ വിക്ഷേപിക്കാനാണ് ഇന്ത്യ ഒരുങ്ങുന്നത്. അഗ്നി സീരീസ് പോലുള്ള കര അധിഷ്ഠിത ആണവ മിസൈലുകളും വായു വിക്ഷേപണ ആണവ ശേഷിയും ഇന്ത്യക്ക് ഇതിനകം ഉള്ളതിനാൽ ന്യൂക്ലിയർ ട്രയഡിലെ ഏറ്റവും ശക്തമായ ആയുധമായി മാറിയിരിക്കുകയാണ് ഇന്ത്യയുടെ ആണവ മുങ്ങിക്കപ്പലുകൾ.